ജയ്ക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ നടപ്പാക്കില്ല, ഇവിടെ നടപ്പാക്കേണ്ട പ്രശ്നം വരുന്നില്ല, ഇവിടെ നമ്മൾ ഫണ്ട് മാത്രം വാങ്ങുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കെങ്കിലും പറയുന്നുണ്ട്. ഇടയ്ക്ക് ദേശീയ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നും പറയുന്നുണ്ട്. രണ്ട് രൂപത്തിലാണ്. ആദ്യം PM ശ്രീ മാത്രമാണ്. PM ശ്രീ വരുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അഡീഷണലായി ചേർത്ത ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇതിനകം തന്നെ ചെയ്തു വരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റാൻ ഇവിടെ നമുക്ക് നിർവാഹമില്ലല്ലോ. അത് പഠിപ്പിക്കേണ്ടി വരും. കാരണം ഇത് ഓരോ വർഷവും ഇതിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് സ്കൂളുകൾക്ക് മുന്നോട്ടുള്ള അവരെ മൂല്യനിർണ്ണയത്തിൽ അവരുടെ ഗ്രേഡ് തിരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയോ എന്നുള്ള അവർ കൃത്യമായി നിരീക്ഷിക്കും. ജേക്ക്, അതിവിടെ നടക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ IKS-ഉമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്തിൽ ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു. ആധുനിക വാക്സിനുകൾ വരുന്നത് ഏറെക്കാലം മുൻപ് തന്നെ വസൂരിക്കെതിരെ ഇവിടെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ പലതും കേന്ദ്രമന്ത്രിമാർ പലയിടത്തും പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ശാസ്ത്ര കോൺഗ്രസിൽ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത് പാഠപുസ്തകത്തിലേക്കും വരുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അഡീഷണൽ ടെക്സ്റ്റ് എന്ന കാര്യം ചിലപ്പോൾ സാധ്യമാകുമായിരിക്കും. പക്ഷേ രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? അതും സാധ്യമല്ല. അപ്പോൾ നിങ്ങളിതിൽ പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നിനി ഊരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും പറയുന്നതിന് തടസ്സമാവുകയാണ്. എന്ത് ചെയ്യും ജയ്ക്ക്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എനിക്ക് തോന്നുന്നു മറ്റ് പാനലിസ്റ്റുകളോടുള്ള പ്രതികരണം അങ്ങയുടെ ചോദ്യത്തിലെ ആശങ്കയ്ക്ക് കൂടെയുള്ള ഒരു മറുപടിയെ മാറാനാണ് സാധ്യത. പക്ഷേ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു MSF-ൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ അവരുടെ പ്രതിനിധിക്ക് നൽകിയ ഇടപെടൽ രഹിതമായ സുദീർഘമായ പ്രതികരണ സമയമുണ്ട്. അത്ര സമയമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് സമാനമായ ഒരു മര്യാദ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് അങ്ങയെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങയുടെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ സഹപാനലിസ്റ്റായി പങ്കെടുത്ത ലീഗ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള നമ്മുടെ നേതാവ്, അദ്ദേഹം വിദ്യാർത്ഥി നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇടപെടുകയുണ്ടായി. അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ മാവോയിസ്റ്റ് വേട്ട, പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി നൂറായിരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യമുള്ള ആളുകൾ പുലർത്താറുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാൻ എന്തായാലും അതിന് സൂക്ഷ്മതയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ സമയമില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഈ രണ്ട് ചർച്ചയുടെയും ആകത്തുക എന്താണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ബഹുമാനിയനായ മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു, ഇക്കാര്യത്തിലൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? തമിഴ്നാടിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ? ബഹുമാനിയനായ ലീഗിന്റെ പ്രതിനിധിയും പറയാൻ ശ്രമിച്ചത് തമിഴ്നാട് നേടിയെടുത്തതുപോലെ 2700 കോടി രൂപ ഇക്കാര്യത്തിൽ കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി കേരളം നേടിയെടുക്കണ്ടേ? പകരം RSS-ന് മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കാവോ? അതാണ് ബഹുമാനിയനായ ലീഗ് പ്രതിനിധിയുടെ രസകരമായ ഒരു ചോദ്യം. നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് വിദ്യാർത്ഥി നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ആ മേഖലയിൽ അല്പകാലമൊക്കെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ്. പക്ഷെ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ നിർബന്ധമായും വിദ്യാർത്ഥി വിഷയങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ചുമതലപ്പെടണം, അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താണ്? ഈ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ PM ശ്രീ നടപ്പിലാക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് പിടിച്ചു വെക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ RSS-ന്റെ സമീപനത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി കേസ് വിജയിച്ച് പണം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അങ്ങയുടെ ധാരണ തെറ്റാണ്. അങ്ങ് പറഞ്ഞത് പച്ച കള്ളമാണ്. കാരണം എന്താണ്? തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ട്. അത് ഏതാ കേസെന്ന് ആങ്കർക്കറിയാമോ? അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ അല്ല. പക്ഷെ അങ്ങ് തിരുത്തി കണ്ടില്ല. അങ്ങ് ഞാൻ പറയുമ്പോൾ പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജയ്ക്ക്? ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലോ കോടതിയിൽ പോവുക. അവർ പോയിട്ട് അവർ തോറ്റതാണ്, അതുകൊണ്ട് നമുക്കേതായാലും ആ വഴി പോകണ്ട എന്ന് തീരുമാനിക്കില്ല. നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ. കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ. ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയ്ക്ക്. അതിലെന്ത് ന്യായമാണുള്ളത്? തമിഴ്നാട് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ലല്ലോ വിഷയം. അതൊരു വിഷയമാണ്. കാരണം ലീഗ് നേതാവ് പരമ അബദ്ധം ഒരു അവകാശം എന്നതുപോലെ പറഞ്ഞപ്പോ അങ്ങ് പ്രതികരിച്ച് കണ്ടില്ല. ഇത് നിങ്ങൾക്ക് UDF-ഉമായുള്ള തർക്കമാണോ ജയ്ക്ക്? ആത്യന്തികമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന അണികളോടാണ് ഇതിൽ വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത്.
പറഞ്ഞോളൂ, ഇടപെടുന്നില്ല, ഇനി പറഞ്ഞോളൂ. അങ്ങേക്ക് വേറെന്തെങ്കിലും കൂടെ ചോദ്യം, അല്ല അങ്ങേക്ക് വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യും, ഞാൻ അതുകൂടെ മിണ്ടാതിരിക്കാം. അങ്ങ് പറഞ്ഞോളൂ. അങ്ങേക്ക് മറ്റേ ആളുകളോട് ആരോടും ഈ ശൈലിയില്ലല്ലോ, എന്നോട് മാത്രമാണത്. അങ്ങ് പറ, അല്ല വേറെന്തെങ്കിലും ചോദ്യം ആഡ് ചെയ്യാനുണ്ട് അങ്ങ് പറ, ഞാൻ എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങയോട് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു, ഈ മാതിരി മര്യാദകളുടെ ഒരു ചർച്ചയിൽ ഒരാളോടും അങ്ങ് സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് പക്ഷേ അറിയാം, ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യങ്ങളെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണത്, ഒരു അനിവാര്യ ദുരന്തം എന്നതുപോലെ ഇതിനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ കാര്യത്തിൽ ലീഗ് പ്രതിനിധിയുടെ പരമ അബദ്ധം, അദ്ദേഹം വിശ്വസിക്കുന്ന പച്ചക്കള്ളം നിർഭാഗ്യവശാൽ കേരളത്തിൽ പല പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടോ? തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ടോ? തമിഴ്നാടിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലോങ് പെൻഡിംഗ് ആണ്. PM-ശ്രീ പദ്ധതിക്കെതിരെയോ SSA ഫണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചോ തമിഴ്നാട് കേസിന്റെ ഒരണാ പൈസ തമിഴ്നാടിനോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ ലഭിച്ചിട്ടില്ല. മറ്റാരും സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. എന്താണ് തമിഴ്നാടിന്റെ പ്രശ്നം? അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 12-ാം സെക്ഷൻ 1-ാം ഭാഗം സി ഉപഭാഗം എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ CBSE സ്കൂളുകളിൽ 25% സീറ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സീറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ്, ഏത് സ്വകാര്യ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് 60% യൂണിയൻ ഗവൺമെന്റും 40% തമിഴ്നാടും കൊടുക്കണം. ആ പണം യൂണിയൻ ഗവൺമെന്റ് കൊടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ തമിഴ്നാട് കോടതിയിൽ പോയി. സ്വകാര്യ CBSE സ്കൂളുകളുടെ ഫീസിനെ സംബന്ധിച്ച് തമിഴ്നാട് കോടതിയിൽ പോയപ്പോൾ ആ കോടതി വിധിയുടെ ഭാഗമായിട്ട് 2700 കോടിയൊന്നും അല്ല MSF നേതാവേ, അങ്ങ് മനസ്സിലാക്കേണ്ടത് 2291 കോടി രൂപ തമിഴ്നാടിന് അനുവദിച്ചുകൊണ്ടുള്ള വിധിയുണ്ടായി. എന്താണ് ഇനി ഇപ്പൊ SSA ഫണ്ടിന്റെ പ്രശ്നം? SSA ഫണ്ടിന് കോടതിയിൽ പോകാൻ കഴിയില്ലേ? ഇതാണ് ആങ്കറുടെയും മറ്റു പലരുടെയും ആശങ്ക. ആർട്ടിക്കിൾ 287, ആർട്ടിക്കിൾ 287 പ്രത്യേകത എന്താണ്? അത് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനെ സംബന്ധിച്ചുള്ളതാണ്. SSA ഫണ്ടുകൾ 2015 സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി പ്രസ്താവമുണ്ട്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഭീം സിംഗ് വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിലെ ശ്രദ്ധേയമായ വിധി എന്താണ്? മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ സ്വഭാവമുള്ള ഫണ്ടുകൾക്കകത്ത് യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ട്. അവർക്ക് ഈ ഫണ്ടുകൾ തടഞ്ഞു വെക്കാനുള്ള അവകാശമുണ്ട് എന്ന് 2015 നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിർഭാഗ്യകരമായ സുപ്രീം കോടതി ഉത്തരവ് 2015 മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ എന്ന ആർട്ടിക്കിൾ 282 അപ്ഹോൾഡ് ചെയ്യുന്നതാണ്, അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതായത് നിയമവിദഗ്ധരോട് ആലോചിച്ചാൽ ഇതിൽ 100-ൽ 90% തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു വാദമാണ്. ഇതിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ അഥവാ വിവേചനാധികാരമുള്ള യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ കേസിന് പോവുക. 100-ൽ 99 പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ്. ആർട്ടിക്കിൾ 282 മിസലേനിയസ് ഫണ്ട് പ്രൊവിഷനും 2015 ഭീം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രധാനവും പ്രസക്തവുമായ വിധി പ്രസ്താവം ഉള്ളത്രയും കാലഘട്ടം അതിലെ നിയമ പോരാട്ടം ശാശ്വതമായ ഒരു വിജയം നൽകുമെന്ന് നിയമവിദഗ്ധരാൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒന്നല്ല. അത് ബഹുമാന്യനായ ലീഗ് നേതാവെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ അപേക്ഷ. തമിഴ്നാട് എന്ന് വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ കാര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഈ കാര്യത്തിലെ ഓൾട്ടർനേറ്റീവ് ലീഗ് നേതാവെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കേരളമല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ്? ആ ആങ്കറുടെ ചോദ്യത്തിന്റെ കൂടെയുള്ള മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ. ഈ കാര്യത്തിൽ PM-ശ്രീയെ സംബന്ധിച്ചും പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചും യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? ഹി ക്ലാരിഫൈഡ് ദാറ്റ് PM-ശ്രീ scheme does not require mandatory implementation of national education policy. ഏതാണ്? PM-ശ്രീ does not require a mandatory implementation of national education policy എന്ന് മാത്രമല്ല അടിവരയിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ നമ്മളോട് പറയുന്നത് എന്താണ്? There is nothing mandatory. Education is on the concurrent list. The states determine what their curriculum should be. ആങ്കർ കേട്ടല്ലോ? നിങ്ങൾക്ക് ഇത്രയും വ്യക്തതയുള്ള കാര്യം നിങ്ങൾ എന്താണ് നേരത്തെ ഒപ്പിടാതിരുന്നത് ജയ്ക്ക്? എന്തിനാണ് ഈ 6 മാസം ബാക്കിയുള്ളപ്പോ? അതാണ് മനസ്സിലാത്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങിപ്പോൾ 2015 അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. 2015 കാര്യമൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് വ്യക്തതയുണ്ടെങ്കിൽ 2020 എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കേണ്ട 15 പോയിന്റുകൾ നിങ്ങൾ എന്തിനാണ് വിശദീകരിച്ചത്? ഒരു മിനിറ്റ് ജയ്ക്ക്, ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നിങ്ങളോടാണ് ചോദ്യം ജയ്ക്ക്. അപ്പോൾ ഉപചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങ് അക്ഷമനായിട്ട് കാര്യമില്ല ജയ്ക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പ്രമേയം പാസ്സാക്കിയത് പാർട്ടി കോൺഗ്രസിൽ? അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത്? അതൊക്കെ തെറ്റായിപ്പോയെന്ന് പറയൂ. ഇപ്പോൾ തമിഴ്നാട് എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചിട്ടില്ല കേട്ടോ. കോടതി പോയി ജയിച്ചോ തോറ്റോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നില്ല തമിഴ്നാട്. പശ്ചിമ ബംഗാൾ, കേരളവും അങ്ങനെയായിരുന്നു. നിങ്ങളിപ്പോഴത്തെ അവസാന നിമിഷത്തിൽ നിങ്ങൾ പോയി ഒപ്പിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഞാൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ.
ഒരു പാഠപുസ്തകത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടാണോ പഠിപ്പിക്കാൻ പറ്റുക? അല്ല, അത് പഠിപ്പിക്കേണ്ടി വരും. ഇത് കല്ലേൽ കൊത്തിവെച്ചതുപോലെയല്ല. ഇത് പിന്നെയും അതിലേക്ക് ഓരോ കാര്യങ്ങൾ നുഴഞ്ഞു കയറും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് RSSന്റെ അജണ്ട നുഴഞ്ഞു കയറ്റുകയാണ് പാഠപുസ്തകങ്ങളിൽ. ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടി പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോൾ ആ മതിൽ അവിടെ ഇട്ട് കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് ഒന്നും പ്രവേശനമില്ല, ഇവിടെ ഞങ്ങൾ നടപ്പാക്കും, അവിടെ അവർ നടപ്പാക്കട്ടെ. അതാണോ? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? പൈസ വെറുതെ അങ്ങ് തരികയാണോ? അല്ലല്ലോ. ഇപ്പൊ നോക്കൂ, വെല്ലുവിളിക്കുന്നു കെ സുരേന്ദ്രൻ അടക്കം. നോക്കൂ, ഞങ്ങൾ ഇവിടെ സവർക്കറെ പഠിപ്പിച്ചിരിക്കും, പഠിപ്പിക്കില്ലെങ്കിൽ ഞങ്ങൾ കാണട്ടെ പറയുന്നില്ലേ? ABVP പ്രശംസ വരുന്നു, BJP പ്രശംസ വരുന്നു. എന്താണ് കഥ? തീർച്ചയായിട്ടും അങ്ങ് പറയുന്നു ഉപചോദ്യങ്ങൾ ഉണ്ടാകണം. ഉപചോദ്യങ്ങൾക്കൊക്കെ ഒരു മര്യാദയുണ്ടാകും. നമ്മളൊരു മാന്യമായ സംവാദത്തിലല്ലേ ഇരിക്കുന്നത്. മര്യാദരഹിതമായി അതിൽ ഇടപെട്ടുകൊണ്ട് ആ ചർച്ചയെ അലമ്പാക്കാൻ ആങ്കർ തന്നെ ശ്രമിക്കാൻ പാടില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. അങ്ങേക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളേണ്ടതായ തള്ളയാം. എന്തായാലും അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്കയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിന് മറ്റു വിശദാംശത്തിലേക്ക് വരാം. പക്ഷെ ലീഗ് നേതാവ് ദീർഘസമയം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? വർഗീയതയ്ക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ മുട്ടിടിക്കുകയല്ലേ, നിങ്ങൾ ശിരസ് കുനിയുകയല്ലേ? എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആകെ ഒരു ചാപ്പയിടിയാണ്. ലീഗ് നേതാവിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നല്ല പ്രശ്നം ഉണ്ടാവും. കാരണം എന്താണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആങ്കറിന്റെ ആർക്കൈവുകൾ ചിലപ്പോൾ ഉണ്ടാകും. ഓണപരീക്ഷ എത്തിയിട്ട് പാഠപുസ്തകം കെത്താണ് 40 ലക്ഷം കുട്ടികൾ SFI എടുത്തുകൊടുത്ത ഫോട്ടോസ്റ്റാറ്റുമായി നടത്തപ്പെട്ട കാലമുണ്ടായിരുന്നു. ആ ഫോട്ടോസ്റ്റാറ്റ് കീറിക്കളയാൻ MSFകാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വന്ന കാലമുണ്ടായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഇത്തവണ ഓണം നേരത്തെ വന്നുകൊണ്ടല്ലേ, അല്ലേ കളി കാണായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുറബിന്റെ കാലം കേരളത്തിൽ കഴിഞ്ഞുപോയി. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവകാശത്തിന് വേണ്ടി ഒരു MSFകാരന് തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടില്ല. നിങ്ങൾ അടച്ചുപൂട്ടുകയും UP യോഗിയെ പോലെ ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ ഇടിച്ചു നിരത്തുകയും ചെയ്ത കാലം കേരളത്തിലുണ്ടായിരുന്നു. അതൊക്കെ കേരളത്തിൽ പഴങ്കഥയാക്കി. നിങ്ങൾ ഇടിച്ചു നിരത്താൻ ശ്രമിച്ച കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക്, ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച സ്കൂളുകളിലേക്ക് 11 ലക്ഷം പുതിയ കുട്ടികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തി. അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അസൂയയും കുശുമ്പൊക്കെ തോന്നും. ഇരിക്കട്ടെ, ഞാൻ ഇതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോ എല്ലാം കൂടെ പറയണമല്ലോ. ഈ വർഗീയതയ്ക്കെതിരെ ആരാണ് ലീഗ് നേതാവ് അല്ലെങ്കിൽ MSF നേതാവ് സർവകലാശാലയിലും കേരളത്തിന്റെ അല്ല ലീഗ് നേതാവിന്റെ പ്രതികരണം സർക്കാർ നിങ്ങൾ തന്നെ നടപ്പാക്കിയ വിദ്യാഭ്യാസ പുരോഗതിയെ കുറിച്ചല്ലല്ലോ ചോദ്യം. നിങ്ങൾ എന്തിന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വഴങ്ങിക്കൊടുത്തു, തലകുനിച്ചു എന്നതാണല്ലോ ചോദ്യം. അതല്ലേ ചോദ്യം? അങ്ങയുടെ ചോദ്യം അതാണെങ്കിലും ലീഗ് നേതാവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങ് ഇടപെട്ടില്ല. അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെയും സർക്കാരിനെയും സംബന്ധിച്ച് പച്ചക്കള്ളം നട്ടാക്കുരുക്കാത്ത നുണ അദ്ദേഹം പറഞ്ഞു. അങ്ങ് ഇടപെട്ട് താൻ പറഞ്ഞത് നുണയാണ്, ഈ വിഡ്ഢിത്തം ഇവിടെ അവസാനിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അതുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഒന്നും ഇനി പറയണ്ടെന്നേ. യോഗി ആദിത്യനാഥ് നിങ്ങളുടെ കൂടെ അത് ഞാൻ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ സബോർഡിനേറ്റായി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിച്ചാൽ മതി. അമ്മാതിരി ഡിക്റ്റേഷൻ ഒക്കെ ഞാൻ എന്ത് പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് അങ്ങയുടെ ഡിക്റ്റേഷൻ എന്റെ അടുക്കലേക്ക് വേണ്ട. എന്താണ് കാര്യം? BJP എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവിടെ പോയി തല കുനിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒച്ച ഇട്ടിട്ട് കാര്യമുണ്ടോ? Debate with Smriti Parathikkad.